എടാ പോപ്പട്ടെ, ഞാനാണ് അത് ആദ്യം എടുത്തത്. അതെ, എനിക്കായത് കിട്ടിയത്. സംശയട്ടോ? ഒരു സംശയമില്ല, ആ മാങ്ങ ആദ്യം എന്റെ കയ്യിലാ കിട്ടിയത്. ചേട്ടായിക്ക് മാങ്ങ വലിയ ഇഷ്ടാ. ഇത് ചേട്ടന് കൊടുക്കാനാ ഞാൻ എടുത്തത്. ഞാനും തോത്തറാമിന് കൊടുക്കാൻ വേണ്ടി തന്നെയാ ഇത് കൊണ്ടുപോന്നെ. ഞാൻ കൊണ്ടുപോയിക്കോളാം. ആ മാങ്ങ എന്റെയാ, എനിക്കിതാ. അല്ല, അതെന്റെ മാങ്ങയാ. സംശയമുണ്ടോ? ഇതിപ്പോ മണ്ണും ചാരിയെന്നോ പെണ്ണും കൊണ്ട് പോയെന്ന് പറഞ്ഞ പോലെ ആയിപ്പോയി. ഇവിടെ ആ മാങ്ങ കഴിക്കാനുള്ള യോഗം ആ നായക്കാ. നീ കാരണം ചേട്ടായിക്ക് ആ മാങ്ങയും കിട്ടിയില്ല. കിട്ടും. എന്റെ കൂട്ടുകാരൻ തോത്താറാമിന് മാങ്ങ കിട്ടും. ഞാൻ മരത്തിൽ നിന്ന് വേറൊരെണ്ണം പറിച്ചോണ്ട് പോയി കൊടുക്കും. സംശയമുണ്ടോ? കഴിപ്പിച്ചോ ചേട്ടായി മാങ്ങ കഴിപ്പിച്ചോ. പക്ഷെ എന്റെ ചേട്ടായിയുടെ ഇടയ്ക്കേറാൻ നോക്കിയാ നിങ്ങളുടെ കൂട്ടുകെട്ടുവരെ ഞാൻ എന്തെന്നൊക്കെയുമായി ഇല്ലാണ്ടാക്കി കളയും. അത് ശരി പോപ്പട്ടെ, കുറച്ച് പ്ലേറ്റ് കുറച്ച് വെക്ക്. നിന്നെ കൊണ്ട് തന്നെ പറ്റില്ല ചങ്ങാതി. ചേട്ടൻ പറഞ്ഞത് കറക്റ്റാ. കൊതുക് എത്ര പേർന്ന് പറഞ്ഞാലും പരുന്തിനെ പോയി കടിക്കാൻ പറ്റില്ലല്ലോ. ഈ അപമാനം ഞാൻ ഒരിക്കലും സഹിക്കില്ല. എടാ തോത്താറാമേ, നീ കൊതുകെന്ന് പറഞ്ഞ എന്നെ ആക്ഷേപിച്ചല്ലടാ. അതെ, ഞാൻ തന്നെയാ പറഞ്ഞേ. കണ്ടോ, ചേട്ടന് വരെ അറിയാ. പോപ്പട്ടെ, നീ അല്ലെങ്കിൽ ഒരു കൊതുക് തന്നെയാ. ഒരു വലിയ ശക്തിമാനാണ് നീ എന്നുള്ള അഹങ്കാരത്തിലായിപ്പോ. സംശയമുണ്ടോ? അതിനിപ്പോ ഇത്ര സംശയിക്കരുതാ. ചേട്ടൻ ഭയങ്കര പവർഫുള്ളാ. നിന്നേക്ക് ഒന്ന് ഊതിയാ തന്നെ നീ തെറിച്ചു പോവും. എടാ ഞണ്ടേ, നീ എന്തിനാടാ ഇവരെ തമ്മിലടിപ്പിക്കുന്നേ? അതിന് ഞാനെന്ത് ചെയ്തു? എടാ ഒന്ന് ചുമ്മാതിരിക്കെ, ഞാനൊന്ന് പറഞ്ഞോട്ടെ. ചേട്ടനൊന്നും മിണ്ടായിരിക്കുന്നേ. ചേട്ടൻ എന്താ മര്യാദക്ക് സംസാരിക്കുന്നേ? അപ്പൊ ഈ പോപ്പറ്റിനല്ല അഹങ്കാരം. ഈ ബണ്ണി അവന്റെ കൂടെയല്ലേ നിൽക്കുന്നത്. ബണ്ണി പറയുന്നത് വളരെ ശരിയാണ്. ചേട്ടാ, എല്ലാരും ഒറ്റക്കെട്ടായി ചേട്ടന്റെ കൂട്ടുകാരായിട്ട് ചേട്ടനെതിരായിട്ടല്ലേ സംസാരിക്കുന്നേ. എടാ പോപ്പട്ടെ, അതിന് ഞാനിപ്പോ എന്താ ചെയ്തെന്ന് പറ. നീ ഒന്നും തന്നെ ചെയ്തിട്ടില്ല. പക്ഷെ ഈ ഞണ്ടുണ്ടല്ലോ, എരുതിയിൽ എണ്ണ അഴിച്ചോണ്ടിരിക്കുക. കേട്ടില്ല ചേട്ടായി. ചേട്ടായി കേട്ടോ, ഇപ്പൊ എനിക്കായി കുറ്റം. ഞാൻ ചേട്ടായി റെസ്പെക്ട് ചെയ്യുന്നത് ഇവർക്ക് ആർക്കും ഒട്ടും ഇഷ്ടപ്പെടുന്നില്ല. എടാ പോപ്പട്ടെ, നീ ചെയ്യുന്നത് ഒട്ടും ശരിയല്ല. നീ നിന്റെ കൂട്ടുകാരുടെ കൂടെയല്ലേ താമസിക്കുന്നത്. ഇവരെന്റെ കൂട്ടുകാരാണ്. ഈ ഞണ്ട് പക്ഷെ നിന്റെ ജോലിക്കാരനാ. സംശയമുണ്ടോ? കേട്ടില്ല ചേട്ടാ, ചേട്ടൻ എന്നെ അനിയാന്നല്ല വിളിക്കുന്നേ. ഇവരെന്നെ ജോലിക്കാരനാക്കി. ഇവരുടെ ചോര ചോരയും ചേട്ടന്റെ ചോര വെറും വെള്ളമാണോ? ഇവൻ നിന്നെ ഓരോന്ന് പറഞ്ഞ് പിരികേറ്റിക്കൊണ്ടിരിക്കുക. സാക്ഷാൽ ശകുനിയുടെ ജോലി. ഇപ്പൊ നീ വലിയ ശക്തിമാനാണെന്ന് കാണിക്കാൻ വേണ്ടിട്ട് ഞാനൊരു ദുർബലനാണെന്ന് പറയുവാ. അതിന് ചേട്ടൻ ശക്തിമാനാണല്ലോ. നിനക്ക് സംശയമുണ്ടോ? എന്നാ ചേട്ടനോട് ഫൈറ്റ് ചെയ്യുന്നേ. എനിക്ക് താല്പര്യമില്ല. അപ്പൊ പേടി? എനിക്കിവിടെ ഒരുത്തനെയും പേടിയില്ല. എന്നാ ഫൈറ്റ് ചെയ്ത് നീ എന്നെ തോൽപ്പിക്ക. തോത്താറാമേ, നിനക്കെന്താ വട്ടുണ്ടോ? പോപ്പറ്റിനോടാണോ ഫൈറ്റ് ചെയ്യുന്നേ? ആ അതെ, ഈ ഫൈറ്റ് നടക്കും. അതും നാളെ തന്നെ നടക്കും. തോത്താറാമേ, നീ തയ്യാറായിരുന്നോ? എന്തോന്നറേ, ഇനി ഞാൻ ലിപ്സ്റ്റിക്കും പൗഡറും ഒക്കെ പൂശണോ? ഞാൻ എപ്പോഴേ തയ്യാറാണ്. പോപ്പട്ട് വലിയ പ്രശ്നത്തിൽ പോയി പെടും ബണ്ണി. അവനെ നമ്മൾ രക്ഷിക്കണം. അത് പിന്നെ തോത്താറാമേ, പോപ്പറ്റിന് ഇപ്പൊ ഫൈറ്റ് ചെയ്യാൻ പറ്റില്ല. അതായത് അവൻ സ്വാർദാറിനോട് പ്രോമിസ് ചെയ്തു. അതെ, ഞങ്ങൾ രണ്ടുപേരും ഒന്നിച്ചെന്ന് ഇവന് ഉപ്മാവ് ഉണ്ടാക്കാൻ പറഞ്ഞു കൊടുക്കും.
എനിക്ക് പഠിക്കൊന്നും വേണ്ട, നിങ്ങൾ ഉണ്ടാക്കിയിട്ടേ എന്നെ കഴിപ്പിച്ചാ മതി. എന്റെ അമ്മീ. പക്ഷേ സ്വന്തം കൈ കൊണ്ട് ഉണ്ടാക്കുന്ന ഉപ്പുമാവ് കഴിക്കുന്നതിന്റെ ഒരു ഹരം അത് വേറെ അല്ലേ? അല്ലേ? അങ്ങനെയല്ലേ? ശരി, മറ്റൊരു ദിവസത്തേക്ക് വെക്കാം. പോപ്പട്ടെ, നീ എന്നാലും ഇത്ര കഴുതയായി പോയല്ലോ. സോർദാറെ, പോപ്പട്ടിനെ കഴുതെന്ന് വിളിക്കരുത്. കഴുത ഞാനാണ്. അല്ലെങ്കിൽ പിന്നീട് എപ്പോഴെങ്കിലും കഴുതെന്ന് വിളിച്ച് രണ്ടുപേർക്കും കൺഫ്യൂഷൻ ആവും. അതായത് എന്നെയാണോ അതോ പോപ്പട്ടിനെയാണോ വിളിച്ചതെന്നുള്ളതില്. പോപ്പട്ടെ, നീ എന്ത് അബദ്ധമായി കാണിച്ചേ? നിനക്ക് കാര്യം മനസ്സിലായില്ലേ? ആ കിറ്റ് നിങ്ങളെ തമ്മിലടിപ്പിക്കാൻ നോക്കിയതാണ്. കിറ്റ് അല്ല, ഈ സോർദാറാണ് എന്നെയും പോപ്പട്ടിനെയും ശത്രുക്കളാക്കി തമ്മിലടിപ്പിക്കാൻ നോക്കിക്കൊണ്ടിരിക്കുന്നത്. ശരിയല്ലേ? നീ മിണ്ടാതിരിക്കേ. ബണ്ണി പറഞ്ഞത് പോപ്പട്ടിനെയും തോത്താറാമിന്റെയും കാര്യമാണ്. എന്നാൽ ഇത് എല്ലാവർക്കും മനസ്സിലാവുന്നുണ്ട്. പക്ഷെ ആ തോത്താറാമിന് മാത്രം മനസ്സിലാവുന്നില്ല. അത് വേറൊരു മണ്ടൻ കഴുതയാണ്. അത് ശരി. അപ്പൊ അവനെയും കഴുതയാക്കിയോ? അല്ല, ആക്ച്വലി നിങ്ങൾ എന്താ ഉദ്ദേശിക്കുന്നത്? എല്ലാവരും കഴുതകളായി മാറിക്കഴിഞ്ഞ പിന്നെ എന്റെ ഐഡന്റിറ്റിയുടെ കാര്യം എന്താവും? എടാ മിണ്ടാതിരിക്കടാ മരക്കഴുതേ. നീ എല്ലാരെ കഴിഞ്ഞു വലിയ കഴുതയാണ്. അങ്ങനെയാണെങ്കിൽ കുഴപ്പമില്ല. അപ്പൊ ഫൈനലി കഴുത ഞാൻ തന്നെയാണ്, ഏറ്റവും വലിയ കഴുത. വാവ്. നോക്ക് പോപ്പട്ട്, നീ കേക്ക് വണ്ണി. തോത്താറാമന് വേണ്ടത് കൂട്ടുകാരെയല്ല, വെറും ശിങ്കിടികളെ മാത്രമാ. അവനും തത്തയാണ്, ഞാനും തത്തയാണ്. ഇനി റിങ്ങിൽ വെച്ച് തീരുമാനവും ആരാണ് ശക്തനെന്ന്. അല്ല, പോപ്പട്ട് അപകടം വിളിച്ചു വരുത്താനാണ് പോകുന്നെന്ന് തോന്നുന്നു. എന്റെ കയ്യിലോ ഒരു ഐഡിയ ഉണ്ട്. ഈയിടെ കഴിഞ്ഞതാണ് തൃശൂർ പൂരം. നിങ്ങൾക്ക് എല്ലാവർക്കും ഗന്നയുടെ നമസ്കാരം. അടികൈ. എന്റെ അമ്മായിയുടെ മോളുടെ പേരാണ് മാലു. ഇന്നത്തെ ഫൈറ്റിന്റെ ജഡ്ജാണ് ഡോക്ടർ ബാലു. അടികൈ. ഇവിടെ വരൂ. ഇത് സമ്മേളനമല്ല, ഫൈറ്റ് ആണ്. സിറ്റുവേഷൻ കുറച്ച് ടൈറ്റ് ആണ്. പെട്ടെന്ന് കവിതയൊക്കെ നിർത്തി രണ്ട് ഫൈറ്റേഴ്സിനെയും വിളിക്കൂ. യെസ്. എങ്കിൽ ആദ്യം വരാൻ പോകുന്നത് വീട്ടിലേക്ക് വരാനുള്ള ഒരു ഷോർട്ട് കട്ട്. റിംഗിലേക്ക് ഇത് ആദ്യം വരുന്നു ഫൈറ്റർ പോപ്പട്ട്. അടികൈ. ഞാൻ കണ്ടിട്ടുണ്ട് മമ്മൂട്ടിയുടെ ബൽറാം. അടുത്ത ഫൈറ്ററാണ് നമ്മുടെ തോത്താറാം. അടികൈ. തോത്താറാം, തോത്താറാം, തോത്താറാം. എടേ, തോത്താറാം തോത്താറാം എന്നല്ല, കിറ്റ് 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 എന്ന് പറ. അയ്യോ ചേട്ടാ, അതെന്തിനാ? എടാ കിറ്റ് കിറ്റേ, എന്നോട് ഏറ്റുമുട്ടി ഇവൻ തോൽക്കുന്നത് കാണാൻ എനിക്ക് താല്പര്യമില്ല. ഈ ഫൈറ്റിന് എന്റെ അസിസ്റ്റന്റ് കിറ്റ് കിറ്റ് തന്നെ ധാരാളമാ. എന്ന് വെച്ചാ നീ പറഞ്ഞു വരുന്നത് നിനക്ക് പകരം റിങ്ങിലിറങ്ങുന്നത് കിറ്റ് കിറ്റ് ആണെന്നാണോ? അതെ. അതെന്താ ചേട്ടാ, ഇവരുടെ മുമ്പിൽ നമ്മുടെ അഭിമാനം കാത്തു രക്ഷിക്കണ്ട ചേട്ടാ. എടാ, അതിനൊരു കുഴപ്പമുണ്ടാവില്ല. ചെല്ല്. നല്ല 4 പഞ്ചിങ് അങ്ങ് കൊടു. ചെല്ല്. പണ്ട് നമ്മൾ കണ്ട ചോക്ലേറ്റ് പരസ്യങ്ങളിൽ ഒന്നാണ് കിറ്റ് കാറ്റ്. പോപ്പട്ടിനോട് ഏറ്റുമുട്ടാൻ വരുന്നതാ കിറ്റ് കാറ്റ്. അടിമക്കളെ കൈ. പിടിച്ചോ, ഇതും പിടിച്ചോ. ഇതും കൂടി ഇരിക്കട്ടെ. അയ്യോ ചേട്ടാ, ചേട്ടാ രക്ഷിക്കണ ചേട്ടാ. മുറ്റത്തെ മാങ്ങ ഞാൻ ഇന്ന് പറിച്ചു. പോപ്പെടുത്ത ഫൈറ്റിൽ ജയിച്ചു. അടികൈ. ചേട്ടായി, ദേ അവൻ ജയിച്ചു. ചേട്ടൻ ഇറങ്ങാൻ മതിയായിരുന്നു. എന്നെ എന്തിനാ റിങ്ങിൽ ഇറക്കിയേ? ബണി എന്നോട് പറഞ്ഞായിരുന്നു. ബണ്ണിയോ? മതി ഇങ്ങനെ എന്റെ മുമ്പ് വെച്ച് അഭിനയിച്ചത്. നിങ്ങൾ രണ്ട് മണ്ടന്മാരാണോ? ഇതുവരെ നിങ്ങൾക്ക് മനസ്സിലായില്ല. കിറ്റ് നിങ്ങളെ തമ്മിലടിപ്പിക്കാൻ നോക്കിയതാ. എടാ ബണി, ഞാൻ ഇപ്പൊ തന്നെ പോയി ആ കിറ്റ് കിറ്റിന്റെ കിറ്റ് കാറ്റ് മുഴുവനെ ഒഴിച്ച് ഞണക്കിയിട്ട് വരാം.
വേണ്ട, അവനും നിന്റെ ഫ്രണ്ടാണ്. പക്ഷെ അവനൊരു പാഠം പഠിപ്പിക്കേണ്ട ആവശ്യമുണ്ട്. നാളെ റിങ്ങിൽ തോത്താറാമിന് പകരം കിറ്റ് ഇറങ്ങിയാ മതി. ഇവിടെ വരൂ, എന്നിട്ട് കേൾക്കൂ. കൂട്ടുകാർക്ക് വേണ്ടി ചതിക്കുഴി ഒരുക്കുന്നവർ തന്നെത്താൻ അതിലേക്ക് വീഴുന്നു. അതിലേക്ക് മാത്രമല്ല, വേറെ വല്ല കുഴിയും ഉണ്ടെങ്കിൽ അതിലേക്കും ചെന്ന് വീഴുന്നു. വേഗം നാവിലെ ഗിതാർ കൊണ്ട് സോറി എന്ന മ്യൂസിക് വായിക്കൂ. കൂടാതെ പോപ്പട്ടിനോട് മാപ്പ് ചോദിക്കൂ. അത് പിന്നെ സോറി ചേട്ടായി. സോറി പോപ്പട്ട്, സോറി. തോത്താറ ഭാഗ്യവാനാണ്. അവന്റെ ഫ്രണ്ട്ഷിപ്പിന് വേണ്ടി കിക്കിറ്റും പോപ്പട്ടും ഫൈറ്റ് ചെയ്യേണ്ടി വന്നു. സോർദാറെ, ഭാഗ്യം എനിക്ക് ആവശ്യത്തിലേറെയുണ്ട്. പക്ഷെ ഞങ്ങളോടൊപ്പം നിങ്ങളെ പോലെയുള്ള കൂട്ടുകാരുള്ളിടത്തോളം കാലം കൂട്ടിത്തല്ലിക്കാൻ ആരെ കൊണ്ടും കഴിയില്ല. സംശയമുണ്ടോ? വാടാ, നമ്മള് ഫ്രണ്ട്സ് ആണ്.